സുഗമോദേവി സീരിയലിൻ്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മളുടെ ഇസബല്ലയാണെങ്കിൽ നന്ദനെ ആളെ വിട്ട് തട്ടിക്കൊണ്ടു പോവാണ്. ഈ വിവരങ്ങളെല്ലാം അറിഞ്ഞിട്ടും കുരുവിളയാണെങ്കിൽ ചന്ദ്രോത്ത് എന്നിട്ട് നല്ല രീതിയിൽ നാടകം കളിക്കുന്നുണ്ട്. അങ്ങനെ പ്രഭാവതിയെയും ദേവികയും ഗിരീഷിനെയും സിദ്ധാർത്ഥിനെയൊക്കെ ഓരോരോ ചോദ്യങ്ങൾ ചോദിച്ച് ബുദ്ധിമുട്ടിച്ചുകൊണ്ട് തന്നെ നമ്മളുടെ കുരുവിള എന്തായാലും ഞങ്ങൾ ഇവിടെയൊക്കെ ഒന്ന് നോക്കട്ടെ എന്നും പറഞ്ഞ് നന്ദൻ്റെ റൂമിലോട്ട് പോകുന്നുണ്ട്. എന്നിട്ട് കുരുവിള അവിടെ ആകെ മനം നോക്കുന്നത് വേറൊന്നുമല്ല, നന്ദനെ തട്ടിക്കൊണ്ട് പോയവരുടെ എന്തെങ്കിലും തെളിവുകൾ അവിടെ കിടക്കുന്നുണ്ടോ എന്ന് തന്നെയാണ്. അങ്ങനെ എല്ലായിടത്തും നോക്കി കഴിഞ്ഞിട്ട് പോലീസുകാരോട് ചോദിക്കുന്നുണ്ട്, എന്തെങ്കിലും സംശയമായിട്ട് കണ്ടോ എന്ന് ചോദിക്കുമ്പം ഇല്ല സാർ, സംശയകരമായിട്ട് ഒന്നും കണ്ടിട്ടില്ല. അന്നേരം കുരുവിള ഇങ്ങനെ മനസ്സിൽ വിചാരിക്കുന്നുണ്ട്, എന്തായാലും ഇസബല്ല പറഞ്ഞയച്ച ആളുകൾ ഒരു തെളിവ് പോലും ബാക്കിയിടാതെ അവനെ കടത്തിക്കൊണ്ട് പോയേന്ന്. ഇതേ സമയം പ്രഭാവതിയാണെങ്കിൽ ഗിരീഷിനോടും സിദ്ധാർത്ഥിനോടൊക്കെ പറയുന്നുണ്ട്, നമുക്ക് എല്ലാ കാര്യങ്ങളും അയാളോട് പറയായിരുന്നു, നന്ദനെ ഇന്ന് സ്റ്റേഷനിൽ ഹാജരാക്കാൻ നിൽക്കുമായിരുന്നു എന്നുള്ള കാര്യം പറയായിരുന്നു എന്ന് പറയുമ്പം സിദ്ധാർത്ഥൻ പറയുന്നുണ്ട്, താനൊന്നും മിണ്ടാതിരി, ഇപ്പം അതൊന്നും പറയേണ്ട കാര്യമില്ല, ആദ്യം തന്നെ നമ്മൾക്ക് നന്ദനെ കണ്ടെത്തണം, അതിനുശേഷം ബാക്കി കാര്യങ്ങൾ തീരുമാനിക്കാമെന്ന്. പിന്നീട് കാണിക്കുന്നത് നമ്മളുടെ കെവിനാണെങ്കിൽ കാറ് കൊണ്ട് വന്നിട്ട് കാറിൽ നിന്ന് ഓടിപ്പടിച്ച് വെപ്രാളത്തോടു കൂടി ഇറങ്ങി ഇസബല്ലയുടെ അടുത്തേക്ക് ചെല്ലുന്നുണ്ട്. ഇസബല്ല കെവിനെ കണ്ടതും നീയായിരുന്നോ, എന്താടാന്ന് ചോദിക്കുമ്പം ബെല്ല കാര്യങ്ങൾ അറിഞ്ഞില്ലേ, എന്ത് കാര്യമാണെന്ന് ചോദിക്കുന്ന സമയത്ത് നന്ദനെ കാണാനില്ലാന്ന്. ആ സമയം ഇസബല്ല പറയുന്നുണ്ട്, നന്ദനെ കാണാനില്ലാന്നോ, അതിനിപ്പോൾ എന്താ കുഴപ്പം, നന്ദൻ എവിടെയെങ്കിലും പോയതായിരിക്കും എന്ന് പറയുമ്പം ഇത് അങ്ങനെയൊന്നുമല്ല, നന്ദനെ ആരെങ്കിലും തട്ടിക്കൊണ്ടു ഇതാണോന്ന് എനിക്ക് പേടിയുണ്ടെന്ന് പറയുമ്പം അതിന് നീ പേടിക്കണേ എന്തിനാ, നന്ദനെ എവിടെയെങ്കിലും പോയതായിരിക്കും, അവൻ നാടൊക്കെ കണ്ട് തിരിച്ചു വരട്ടെ എന്ന് പറയുമ്പോൾ കെവിൻ പറയുന്നുണ്ട്, നീ എന്താ വല്ല ഇങ്ങനെ സംസാരിക്കണേ, നന്ദനെ ഇന്ന് സ്റ്റേഷനിൽ ഹാജരാക്കാൻ നിന്നതല്ലേ, ഇനിയിപ്പോൾ നന്ദനെ ആരെങ്കിലും തട്ടിക്കൊണ്ടു ഇത് നമ്മളുടെ ശത്രുക്കളാണെങ്കിൽ അവർ സത്യങ്ങളൊക്കെ അറിയില്ലേ, അപ്പോൾ പിന്നെ നമുക്ക് തന്നെ ബുദ്ധിമുട്ടാവില്ലേ എന്ന് ചോദിക്കുമ്പം ഇസബല്ല പറയുന്നുണ്ട്, നന്ദനെ പോലീസ് സ്റ്റേഷനിൽ ഹാജരാക്കിയാൽ നമ്മൾ കുടുങ്ങും, അതുകൊണ്ട് നന്ദനെ സ്റ്റേഷനിലേക്ക് ആ ഹരിവക്കീലൊക്കെ ചേർന്ന് ഹാജരാക്കണതിന് മുമ്പ് ഞാൻ അവനെ ജയിലിലാക്കി. അന്നേരം കെവിൻ പറയുന്നുണ്ട്, നീ എന്തൊക്കെയാണ് ബെല്ല ഈ പറയണേ, എനിക്കൊന്നും മനസ്സിലാവണില്ലല്ലോ എന്ന് പറയുമ്പം ഇസബല്ല പറയുന്നുണ്ട്, നിനക്ക് മനസ്സിലായില്ലേ, നന്ദനെ തട്ടിക്കൊണ്ട് വന്നത് ഞാൻ തന്നെയാണ്, നന്ദനെ ഞാനിപ്പോൾ ഒരു രഹസ്യ കേന്ദ്രത്തിൽ താമസിപ്പിച്ചേക്കുക, ഇനിയിപ്പോൾ നമ്മൾ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല, ഇനി പേടിക്കേണ്ടത് ചന്ദ്രോത്തുള്ളവരാണ്. ആ സമയത്ത് കെവിൻ പറയുന്നുണ്ട്, നീ എന്തൊക്കെയാണ് ബെല്ല ഈ കാട്ടിക്കൂട്ടണത്, ഇതൊക്കെ വലിയ പ്രശ്നമാകുമെന്ന് പറയുമ്പം ഒരു പ്രശ്നമാവില്ല, ഞാൻ ആഗ്രഹിച്ചതുപോലെ തന്നെ കാര്യങ്ങൾ നടക്കണം, അതിന് നന്ദന എൻ്റെ ഒപ്പം ഉണ്ടാവണം, ഇനി എൻ്റെ ശക്തി ദേവിക അറിയാൻ പോണതേ ഉള്ളൂ. അന്നേരം കെവിൻ ചോദിക്കുന്നുണ്ട്, ഇത് കൂടുതൽ കുഴപ്പമാവില്ലേ ബെല്ല, എന്തായാലും നന്ദനെ തട്ടിക്കൊണ്ടുപോയവർ നിന്നെ വിളിച്ച് വിവരങ്ങൾ അറിയിച്ചോ എന്ന് ചോദിക്കുമ്പോൾ എന്നെ ഇങ്ങോട്ട് വിളിക്കണ്ടെന്ന് ഞാൻ അവരോട് പറഞ്ഞിട്ടുണ്ട്, എന്നിട്ടിപ്പോൾ നന്ദൻ്റെ അവസ്ഥ എന്നാന്ന് ചോദിക്കുമ്പോൾ ഞാൻ അവനെ ഒരു രഹസ്യ കേന്ദ്രത്തിലാക്കാൻ പറഞ്ഞിട്ടുണ്ട്, എന്തായാലും എനിക്ക് അവനെ ഒന്ന് കാണണം, നമുക്ക് ഇപ്പം തന്നെ അവനെ കാണാൻ പോയാലോ കെവിൻ എന്ന് ചോദിക്കുമ്പം നമ്മളവനെ കാണാൻ ചെല്ലുമ്പോൾ അവനെന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കിയാലോ ബെല്ല എന്ന് ചോദിക്കുമ്പം ബെല്ലയാണെങ്കിൽ എന്തോ തീരുമാനിച്ച് ഉറപ്പിച്ചതുപോലെ തന്നെ കെവിനോട് പറയുന്നുണ്ട്, അവനെന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കിയാലല്ലേ അപ്പോൾ എന്ത് വേണമെന്ന് എനിക്കറിയാമെന്ന്. ഈ സമയത്ത് കെവിനാണെങ്കിൽ ഭയത്തോടു കൂടി തന്നെയാണ് ബെല്ലയെ നോക്കുന്നത്. പിന്നീട് കാണിക്കുന്നത് നമ്മളുടെ ശാരികേനെയാണ്. ശാരിക ദേവികയ്ക്ക് ഫോൺ ചെയ്തിട്ട് അവിടുത്തെ കാര്യങ്ങളൊക്കെ എന്തായി ചേച്ചിയെന്ന് ചോദിക്കുമ്പോൾ ഇവിടെ പോലീസ് എല്ലാ റൂമുകളും സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുക, പ്രഭയാൻറ്റി എന്ത് പറയണമെന്ന് ചോദിക്കുമ്പം അമ്മ ഭയങ്കര കരച്ചിലും ബഹളമൊക്കെയാണ്, നന്ദുവിനെ ഇപ്പോൾ കാണണമെന്ന് അമ്മ പറയണേ, എന്തായാലും നന്ദേട്ടനെ കാണാനില്ല എന്നുള്ള വിവരം ഒരിക്കലും ലീക്ക് ആവരുതിട്ടോ ചേച്ചി, പുറത്തറിഞ്ഞാൽ അത് വലിയ പ്രശ്നമാവും, അത് പോലീസിനോടും പറയണമെന്ന് പറയുമ്പം ദേവിക പറയുന്നുണ്ട്, അത് അച്ഛൻ പറഞ്ഞിട്ടുണ്ട്, അത് അങ്ങനെ പറഞ്ഞിട്ടൊന്നും കാര്യമില്ല, എങ്ങനെയെങ്കിലും ലീക്കായാൽ അത് വലിയ കുഴപ്പത്തിലേക്ക് എത്തും, അതുകൊണ്ട് സ്ട്രോങ് ആയിട്ട് തന്നെ പോലീസിനെ തടയണം, ഇല്ലെങ്കിൽ പോലീസുകാർ തന്നെ ഇത് പുറത്ത് വിടുമെന്ന്. ഈ സമയത്ത് നമ്മളുടെ രാധിക അങ്ങോട്ട് വരുന്നുണ്ട്. രാധികനെ കണ്ടതും ശാരിക ചേച്ചി അമ്മ വരുന്നുണ്ട്, ഞാൻ വിളിക്കാമെന്നും പറഞ്ഞുകൊണ്ട് ഫോൺ കട്ട് ചെയ്യുന്നുണ്ട്. പിന്നീട് ശാരികയാണെങ്കിൽ രാധികയ്ക്ക് സംശയമൊന്നും തോന്നാതിരിക്കാൻ വേണ്ടി അമ്മ എനിക്ക് വിശക്കുക, എന്തായാലും പുട്ടും പയറ് പുഴുങ്ങിയതൊക്കെ ഉണ്ടാവുമല്ലോ എടുക്കുമെന്നും പറഞ്ഞ് പോകാൻ നേരത്ത് രാധിക പറയുന്നുണ്ട്, നീ ഒന്ന് അവിടെ നിന്നേ, നീ ഇപ്പോൾ ദേവികയോടല്ലേ സംസാരിച്ചതെന്ന് ചോദിക്കുമ്പോൾ അതെ ഞാൻ ദേവിയച്ചനോട് സംസാരിച്ച, നീ പിന്നെ നന്ദനെ കാണാനില്ലാത്ത കാര്യം ചോദിക്കാനായിട്ട് എന്താ, നന്ദൻ എന്താ പറ്റിയെന്ന് ചോദിക്കുമ്പം അതിന് നന്ദേട്ടനെ കാണാതായിട്ടൊന്നുമില്ലല്ലോ, നന്ദേട്ടൻ എവിടെയോ പോയതാ, അപ്പോൾ ചേച്ചിക്ക് നന്ദേട്ടൻ വന്ന് നന്ദേട്ടനെ കണ്ട് എന്തോ കാര്യങ്ങൾ സംസാരിച്ചിട്ട് വേണം പാർട്ടി മീറ്റിങ്ങിന് പോകാൻ, അത് ഞാൻ ചോദിച്ചതാന്ന് പറയുമ്പോൾ ഇല്ല നീ എന്നോട് നുണ പറയുമൊന്നും വേണ്ട, നന്ദനെ കാണാനില്ല എന്നുള്ള വിവരം ആരും അറിയരുതെന്ന് നീ ദേവികയോട് പറയണത് ഞാൻ പ്രത്യേകം കേട്ടതാ, എനിക്കതിലൊരു സംശയമില്ല എന്ന് പറയുമ്പോൾ അമ്മ എന്തൊക്കെയായി പറയണത്. ആ സമയത്ത് രാധികയാണെങ്കിൽ ദേഷ്യത്തോടു കൂടി ശാരികയോട് പറയുന്നുണ്ട്, നീ അധികം വേഷം കെട്ടെടുക്കല്ലേ ശാരി, ഉള്ളതുപോലെ എന്നോട് പറയാമെന്ന് പറയുമ്പം ഇത് കേട്ടുകൊണ്ട് നമ്മുടെ മാധവൻ അങ്ങോട്ട് വരുന്നുണ്ട്. മാധവൻ വന്നിട്ട് എന്താ പ്രശ്നം മോളെന്ന് ചോദിച്ചതും രാധിക പറയുന്നുണ്ട്, മാധവേട്ടനെ അറിഞ്ഞില്ലേ നന്ദനെ കാണാനില്ല എന്ന്.
ആ സമയത്ത് മാധവനാണെങ്കിൽ വിശ്വാസം വരാത്തതുപോലെ ശാരികയോട് ചോദിക്കുന്നുണ്ട്, നന്ദനെ കാണാനില്ലാന്നോ, നന്ദന എവിടെ പോയി, എന്താ സംഭവിച്ചതെന്ന് ചോദിക്കുമ്പം ഈ അമ്മ വെറുതെ പറയണത് നന്ദേട്ടനൊന്നും സംഭവിച്ചിട്ടില്ല, നന്ദേട്ടൻ ചന്ദ്രോത്തുണ്ടെന്ന്. അന്നേരം രാധിക പറയുന്നുണ്ട്, ഇവള് നുണ പറയണതാ, ഇവള് ദേവികയായിട്ട് നന്ദനെ കാണാനില്ല എന്നുള്ള കാര്യം സംസാരിക്കുന്നത് ഞാൻ വ്യക്തമായിട്ട് കേട്ടതാ, നന്ദനെ കാണാനില്ല മാധവേട്ട, നന്ദന എന്തോ സംഭവിച്ചിട്ടുണ്ട്. ആ സമയത്ത് മാധവൻ ശാരികയോട് ചോദിക്കുന്നുണ്ട്, നേരാണോ മോളെ, നന്ദനെ കാണാനില്ലേ, നന്ദന എന്താ പറ്റിയെന്ന് ചോദിക്കുമ്പം അമ്മ ചുമ്മാ ഓരോന്ന് ഊഹിച്ച് പറയണതാ, നന്ദേട്ടന് കുഴപ്പമൊന്നുമില്ല, നന്ദേട്ടൻ വീട്ടിൽ തന്നെ ഉണ്ടെന്ന് പറയുമ്പോൾ മാധവൻ പറയുന്നുണ്ട്, എന്നാൽ മോള് എൻ്റെ തലയിൽ തൊട്ട് സത്യം പറ, നന്ദൻ വീട്ടിൽ തന്നെ ഉണ്ടെന്ന്. ആ സമയത്ത് ശാരികയ്ക്കാണെങ്കിൽ എന്ത് പറയണമെന്ന് അറിയാതെ ശാരിക ആകെ ധർമ്മസങ്കടത്തിലാവുന്നുണ്ട്. അങ്ങനെ സത്യം ചെയ്യാതെ കൈ മാറ്റിയതും മാധവൻ ചോദിക്കുന്നുണ്ട്, എന്താ മോളെ, എന്താണെങ്കിലും പറയാമെന്ന് പറയുമ്പം അതച്ഛാ അമ്മ പറഞ്ഞത് നേരെ, നന്ദേട്ടനെ കാണാനില്ല. ആ നേരം മാധവൻ ചോദിക്കുന്നുണ്ട്, നന്ദേട്ടനെ കാണാനില്ലാന്നോ, നന്ദന എന്നെ എവിടെ പോയിന്ന് ചോദിക്കുമ്പോൾ ചിലപ്പോൾ കുഴപ്പമൊന്നും ഉണ്ടാവില്ല, ആ കെവിൻ്റെ കൂടെ പുറത്തെങ്ങാനും പോയതായിരിക്കും എന്ന് പറയുമ്പോൾ മാധവൻ പറയുന്നുണ്ട്, അതൊന്നും ആയിരിക്കില്ല, ആ അരുന്ധതിയുടെ ആൾക്കാർ നന്ദനെ തട്ടിക്കൊണ്ട് പോയതായിരിക്കുമെന്ന്. അത് കേട്ടതും രാധികയാണെങ്കിൽ കരയാൻ തുടങ്ങുന്നുണ്ട്. അന്നേരം ശാരിക പറയുന്നുണ്ട്, ഇനി നിങ്ങൾ രണ്ടുപേരും കൂടി ഇവിടെ കിടന്ന് കരഞ്ഞ് ബഹളം വെച്ച് നാട്ടുകാരെയൊക്കെ അറിയിക്കുമെന്ന്. സമയത്ത് മാധവൻ വീണ്ടും പറയുന്നുണ്ട്, എന്തായാലും നന്ദനെ ആരെങ്കിലും തട്ടിക്കൊണ്ടു ഇതായിരിക്കും എന്ന് പറയുമ്പോൾ ശാരിക പറയുന്നുണ്ട്, തട്ടിക്കൊണ്ടു പോകാൻ നന്ദേട്ടൻ തന്നെ വലിയ ഫുട്ബോളും ആണോ. അങ്ങനെ പറഞ്ഞ് മാധവനെയും രാധികയെയും സമാധാനിപ്പിച്ചുകൊണ്ട് ശാരിക പോയതും രാധിക പറയുന്നുണ്ട്, അവൾ വെറുതെ പറഞ്ഞതാ മാധവേട്ട, നമ്മൾ വിഷമിക്കാതിരിക്കാൻ വേണ്ടി അവൾ ഇങ്ങനെയൊക്കെ പറയണേ, നന്ദനെ ആരോ തട്ടിക്കൊണ്ട് പോയതാ, ശരിക്കും എന്തൊക്കെയോ സംഭവിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞതും ഈ ശാരികയാണെങ്കിൽ ഇവരുടെ നേരെ തിരിഞ്ഞു നോക്കുന്നുണ്ട്. അമ്മയും അച്ഛനും എന്തായാലും സമാധാനമായിട്ടിരിക്കുക, ഒന്നും സംഭവിക്കില്ല എന്ന് പറഞ്ഞ് മാധവനെയും രാധികയും ആശ്വസിപ്പിക്കുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് നമ്മളുടെ പ്രഭാവതിനെയും സിദ്ധാർത്ഥനെയും ദേവികേനെയൊക്കെയാണ്. അവരാണെങ്കിൽ ആകെ ഇങ്ങനെ ടെൻഷനോടുകൂടി തന്നെ നിൽക്കുന്ന സമയത്ത് കുരുവിളിയാണെങ്കിൽ മുകളിലത്തെ റൂമിലൊക്കെ സെർച്ച് കഴിഞ്ഞ് താഴേക്ക് വരുമ്പം പ്രഭാവതി ചോദിക്കുന്നുണ്ട്, എന്തെങ്കിലും തെളിവുകളോ കാര്യങ്ങളോ കിട്ടിയോ സാറേ എന്ന് ചോദിക്കുമ്പം ഇല്ല, ഒരു തെളിവും കിട്ടിയിട്ടില്ല, ഇനിയിപ്പോൾ ഫോറൻസിക്കിന് വരത്തണമെങ്കിൽ അതും ചെയ്യാം, തൽക്കാലം ഇത് ലീക്കാവാതെ നോക്കണം. അതെന്താ സാറേ അങ്ങനെ പറയണേ, ഇതിപ്പോൾ പുറത്തറിഞ്ഞാലല്ലേ നന്ദനെ ആരെങ്കിലും കണ്ടാൽ നമ്മളെ അറിയിക്കുള്ളൂ എന്ന് പറയുമ്പം കുരുവിള പറയുന്നുണ്ട്, ചിലപ്പോൾ നന്ദനെ തട്ടിക്കൊണ്ടുപോയവർ നന്ദനെ എന്തെങ്കിലും ഉപദ്രവിക്കാൻ സാധ്യതയുണ്ട്, അതുകൊണ്ട് തൽക്കാലം ആരും അറിയാതിരിക്കണേ നല്ലതെന്ന് പറയുമ്പം ദേവികയും അതിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അത് സാറ് പറഞ്ഞത് നേരെ, ഇതാരും അറിയാതിരിക്കണേ നല്ലത്, എന്തായാലും ഫോറൻസിക് വരട്ടെ എന്നിട്ട് FIR ഇടാമെന്ന് ഈ കുരുവിള പറയുന്നുണ്ട്. ആ സമയത്ത് ദേവികയും എല്ലാവരും അതിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പിന്നീട് സിദ്ധാർത്ഥനോട് കുരുവിള പറയുന്നുണ്ട്, ഇനിയിപ്പോൾ നന്ദനെക്കുറിച്ച് എന്തെങ്കിലും വിവരം കിട്ടുകയാണെങ്കിൽ അത് എത്രയും പെട്ടെന്ന് എന്നെ അറിയിക്കണം, എന്നാലേ ഞങ്ങൾക്ക് എന്തെങ്കിലും തീരുമാനം എടുക്കാൻ പറ്റുള്ളൂ എന്ന് പറയുമ്പോൾ സിദ്ധാർത്ഥൻ പറയുന്നുണ്ട്, നന്ദൻ വിളിക്കുകയോ വരുകയോ ചെയ്താൽ അപ്പോൾ തന്നെ ഞങ്ങൾ വിളിച്ച് വിവരം അറിയിച്ചോളാന്ന്. പിന്നീട് കാണിക്കുന്നത് നമ്മളുടെ അരുന്ധതിയുടെ വീട്ടിലോട്ട് CP വരാണ്. ഈ സമയത്ത് അരുന്ധതി ആണെങ്കിൽ കമ്പ്യൂട്ടറിൽ എന്തൊക്കെയോ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് CP യോട് പറയുന്നുണ്ട്, ആ CP വന്നോ, എന്തായാലും നന്നായി, ഞാൻ കുറേ സമയം നോക്കിയിരിക്കണമെന്ന് പറയുമ്പം CP പറയുന്നുണ്ട്, മേഡം ആ ഒരു കമ്പനി ഇല്ലേ പണ്ട് നമ്മളൊരു ഇത് കൊടുത്തിട്ട് വേണ്ടാന്ന് പറഞ്ഞാൽ അവർ രണ്ടാമത് വന്നിട്ടുണ്ട്, അപ്പോൾ മേഡത്തിൻ്റെ സിസ്റ്റത്തിൽ നിന്ന് അതിൻ്റെ ഡീറ്റെയിലൊക്കെ ഒന്ന് എടുക്കാമോ എന്ന് ചോദിക്കുമ്പം CPയുടെ അതിലില്ലേന്ന് ചോദിക്കുന്ന സമയത്ത് CP പറയുന്നുണ്ട്, എൻ്റെ സിസ്റ്റത്തിലുണ്ടായിരുന്നു, ഇപ്പോൾ അത് കാണുന്നില്ല, അത് ഡിലീറ്റ് ആയി പോയെന്ന് തോന്നുന്നു, എന്തായാലും മേഡത്തിൻ്റെ സിസ്റ്റത്തിലുണ്ടാവുമല്ലോ, മേഡം അതൊന്ന് നോക്ക്, അപ്പം സമയം എടുക്കും CP അതുവരെ വെയിറ്റ് ചെയ്യേണ്ടി വരില്ലേ എന്ന് ചോദിക്കുമ്പം അതൊന്നും കുഴപ്പമില്ല മേഡം, അത്രയും സമയം ഞാൻ ഋഷിമോനുമായിട്ട് സംസാരിച്ചോളാം എന്ന് പറഞ്ഞുകൊണ്ട് ഈ CP ആണെങ്കിൽ മേളിലോട്ട് കയറി പോകുന്നുണ്ട്. എന്നിട്ട് CP ഋഷിയുടെ അടുത്ത് എന്നിട്ട് ഋഷിമോനെ, മോൻ പ്ലാൻ ചെയ്തതുപോലെ എല്ലാ കാര്യങ്ങളും ഞാൻ സക്സസ് ആക്കിയിട്ടുണ്ടെന്ന് പറയുമ്പം അപ്പം നന്ദനെ നമ്മുടെ ആളുകൾ പൊക്കിയില്ലേ എന്ന് ചോദിക്കുന്നു. അവനെ പൊക്കി, ഞങ്ങളൊരു സ്ഥലത്ത് താമസിപ്പിച്ചിട്ടുണ്ട്, എന്തായാലും എനിക്ക് പുറത്തിറങ്ങാൻ പറ്റില്ല, അതുകൊണ്ട് അങ്ങോട്ട് വരാൻ പറ്റില്ല, 2 ദിവസം കഴിയുമ്പോൾ CP അങ്കിൾ തന്നെ നന്ദനെയും കൂടി ഇങ്ങോട്ട് വരണം, എന്തായാലും ഇസബല്ലയും അവളുടെ ആളുകളെ വിട്ടിട്ടുണ്ടായിരുന്നു നന്ദനെ പൊക്കാനായിട്ട്, ഇനിയിപ്പം ഇസബല്ലയുടെ ആളുകൾ ചെന്നപ്പം നന്ദനെ കാണാണ്ട് നാണം കെട്ട് പോയിട്ടുണ്ടാവില്ലേ എന്ന് ചോദിക്കുമ്പം പിന്നെ ഇല്ലാതെ അതിനു മുമ്പ് തന്നെ നമ്മുടെ ആളുകൾ നന്ദനെ പൊക്കി കൊണ്ടുവന്നായിരുന്നു. മോനെ, ഇതെല്ലാം രഹസ്യമായിട്ടിരിക്കണം, മോൻ പറഞ്ഞതുകൊണ്ട് മാത്രം ഞാൻ ഇതിനൊക്കെ കൂട്ടുനിന്നത്, മേഡം എങ്ങാനും പറഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ പണി പോകുന്നു. ഈ സമയത്ത് CP എന്നും പറഞ്ഞ് അരുന്ധതി വിളിക്കുന്നുണ്ട്. ആ നേരം ഈ CPക്ക് മനസ്സിലാവുന്നുണ്ട് അരുന്ധതി എല്ലാം ശ്രദ്ധിച്ചിട്ടുണ്ടെന്ന്. അങ്ങനെ എന്താ മേഡം എന്ന് ചോദിച്ചത്, ഞാൻ കുറച്ച് ദിവസമായി നിങ്ങളുടെയൊക്കെ നീക്കങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു, CPയിൽ നിന്ന് ഞാൻ ഇതുപോലൊരു കാര്യം പ്രതീക്ഷിച്ചില്ല, ഇത്രയും പ്രശ്നങ്ങളുണ്ടായിട്ട് വീണ്ടും പ്രശ്നം കൂട്ടാനാണോ നന്ദനെ തട്ടിക്കൊണ്ടുപോയെന്ന് ചോദിക്കുമ്പോൾ CP പറയുന്നുണ്ട്, അത് മേഡം നമ്മളുടെ ഋഷിമോൻ്റെ നന്മയ്ക്ക് വേണ്ടിയിട്ടല്ലേ, അല്ലെങ്കിൽ പ്രശ്നമാവില്ലേ എന്ന് ചോദിക്കുമ്പം
ഇതിപ്പോൾ പ്രശ്നം കൂടുതൽ വഷളാവുമല്ലോ ചെയ്യണേന്ന് ചോദിക്കുമ്പം ഋഷി പറയുന്നുണ്ട്, നന്ദനെ ഇന്ന് അവർ സ്റ്റേഷനിൽ ഹാജരാക്കാൻ നിന്നതല്ലേ, സ്റ്റേഷനിൽ ഹാജരാക്കിയാൽ എന്താ സംഭവിക്കണേന്ന് അമ്മയ്ക്ക് അറിയാലോ, നമ്മളെല്ലാവരും കുടുങ്ങും, അതുകൊണ്ടാണ് ഞങ്ങൾ ഇങ്ങനെ ചെയ്തതെന്ന് പറയുമ്പോൾ CP പറയുന്നുണ്ട്, അത് ഋഷിമോൻ പറഞ്ഞത് നേരാ, നമ്മളെപ്പോഴും ഋഷിമോൻ്റെ സുരക്ഷിതത്വമല്ലേ നോക്കേണ്ടത്, അതുകൊണ്ട് മേഡം ഇതിന് സപ്പോർട്ട് നിൽക്കണം, മേഡം എതിരൊന്നും പറയരുതെന്ന്. ആ സമയം ഈ അരുന്ധതി ആണെങ്കിൽ എന്ത് പറയണമെന്ന് അറിയാതെ ഇങ്ങനെ താഴേക്ക് പോകുന്നുണ്ട്. സമയത്ത് CP പറയുന്നുണ്ട്, ഞാൻ പറഞ്ഞില്ലേ മേഡം അറിഞ്ഞാൽ പ്രശ്നമാവുന്നു, മിക്കവാറും എൻ്റെ പണി പോകുമായിരിക്കും എന്ന് പറയുമ്പോൾ ഋഷി പറയുന്നുണ്ട്, അങ്കിൾ അതൊന്നും ഓർത്ത് ടെൻഷൻ ആവണ്ട, അങ്കിളിന് ഒരു കുഴപ്പവും വരാതെ ഞാൻ നോക്കിക്കോളാമെന്ന്. പിന്നീട് ഈ CP താഴോട്ട് പോകുന്നുണ്ട്. എന്തായാലും ആ ഒരു സീനിലാണ് ഈ എപ്പിസോഡ് അവസാനിക്കുന്നത്. ഇപ്പോൾ നമ്മളുടെ ഇസബെല്ല വിചാരിച്ചിരിക്കുന്നത് ഇസബെല്ല പറഞ്ഞു വിട്ട ആളുകളാണ് നന്ദനെ തട്ടിക്കൊണ്ട് പോയെന്ന്. അതനുസരിച്ചാണ് നമ്മളുടെ കുരുവിളയും ഈ ചന്ദ്രോത്ത് ചെന്ന് ഓരോരോ പ്രഹസനങ്ങൾ കാണിക്കുന്നത്. പക്ഷേ ഇസബെല്ല നന്ദനെ കാണണമെന്ന് തീരുമാനിച്ചു കഴിയുമ്പോഴായിരിക്കും തട്ടിക്കൊണ്ട് വന്നത് ഇസബെല്ലയുടെ ആളുകളല്ലാന്ന് ഇസബെല്ല മനസ്സിലാക്കുന്നത്. പിന്നീട് എന്തായാലും ഇസബെല്ലയും ഋഷിയും തമ്മിൽ തെന്നുന്ന എപ്പിസോഡ് തന്നെയാണ് ഇനി വരാൻ പോകുന്നത്. അപ്പോൾ നിങ്ങളെൻ്റെ വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇതുപോലെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള അടുത്തൊരു എപ്പിസോഡുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ.